നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സോയ ചങ്ക്സ് റെസിപ്പി നോക്കിയാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിത് നമ്മൾ 2 മണിക്കൂർ കുതിർത്തി വെച്ച സോയ ചങ്ക്സ് കുറച്ച് ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ടതൊന്ന് വേവിച്ചെടുക്കുക. അത് സോഫ്റ്റ് ആവുന്നൊരു പരുവത്തിൽ നമ്മളത് വേവിച്ചെടുക്കണം. നമ്മളിത് ഒരുപാട് നേരമൊന്നും കുതിർത്തി വയ്ക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ആ വെള്ളത്തിൻ്റെ ചൂടാറിയ ശേഷം നമ്മൾ വെള്ളം പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലോട്ട് അത് മാറ്റുന്നു. കുട്ടികൾക്കൊക്കെ നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയൊരിതാണ്. ഇവർക്ക് കൂടുതൽ മസാലയൊന്നും ഇഷ്ടമല്ലാതെ അപ്പോൾ ഫ്രൈ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചോളൂ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള കുറച്ച് പൊടികൾ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം. നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, പിന്നെ നമുക്ക് മീറ്റ് മസാല ഉണ്ടെങ്കിൽ മീറ്റ് മസാല ഒരു 1/2 ടീസ്പൂൺ അതും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതുകൂടി ഇതിൽ നമ്മൾ ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് കുറച്ച് ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് ഒരു 20 മിനിറ്റ്സ് ഒന്ന് നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ടെന്ന് തോന്നിയപ്പോൾ ഒരു ലേശം കൂടെ നമ്മൾ ഇത്തിരി കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കണം. ചിലർ തലേന്നൊക്കെ കുതിർത്തി വയ്ക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ രാവിലെ എണീച്ചിട്ടായാലും വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ മതി. എന്നിട്ട് അടി കട്ടിയുള്ള നല്ല ചീനച്ചട്ടി എടുത്തിട്ട് അതിലോട്ട് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് അതിലോട്ട് നമ്മൾ സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തു. ഒരു വശം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ മറിച്ചിട്ട് അടുത്ത അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ട് 2 വശവും നന്നായിട്ട് നമ്മൾ മൊരിച്ചെടുക്കണം. തീ ഒരുപാട് ഹൈ ഫ്ലെയിമിലിടണ്ട, മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. പെട്ടെന്ന് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ ഒരുപാട് എണ്ണ ഉപയോഗിക്കേണ്ട. സോയ ചങ്ക്സ് പെട്ടെന്ന് എണ്ണ ഒരുപാട്